നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിലെ ഇമിഗ്രേഷൻ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടെക്സസ് സംസ്ഥാനം നടപ്പിലാക്കാൻ ശ്രമിച്ച വിവാദപരമായ ഇമിഗ്രേഷൻ നിയമമായ സെനറ്റ് ബിൽ 4 അഥവാ SB4 പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഫെഡറൽ കോടതി ഭാഗികമായി തടഞ്ഞിരിക്കുകയാണ്. US ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജി ഡേവിഡ് അലൻ എസ്രയാണ് ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിയമവിരുദ്ധമായി അതിർത്തി കടന്നു വരുന്നവരെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനും പ്രാദേശിക പോലീസിന് അധികാരം നൽകുന്നതായിരുന്നു ഈ നിയമം. കോടതിയുടെ ഈ പുതിയ ഇടപെടൽ ടെക്സസ് ഗവൺമെന്റിന് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എന്താണ് ഈ നിയമ പോരാട്ടത്തിന് പിന്നിലെ യഥാർത്ഥ കഥയെന്നും കോടതിയുടെ ഉത്തരവിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ നിയമം പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ജഡ്ജി ഡേവിഡ് അലൻ എസ്ര ഭാഗികമായി സ്റ്റേ അനുവദിച്ചതെന്ന് കോർട്ട് ഹൗസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഈ കേസിന് പിന്നിൽ യുഎസിൽ നിന്നുള്ള 2 കുടിയേറ്റക്കാരാണ് ഉള്ളത്. അവർ നൽകിയ ഹർജിയിലാണ് കോടതി ഈ തീരുമാനമെടുത്തത്. നിലവിൽ ഓസ്റ്റിനിൽ താമസിക്കുന്ന ഈ വ്യക്തികളാണ് അവരുടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. ഇതിൽ ഒരാൾ ഗ്രീൻ കാർഡ് ഉള്ള വ്യക്തിയാണ്. രണ്ടാമത്തെ ആൾക്ക് വിസയ്ക്ക് താൽക്കാലിക അനുമതി ലഭിച്ചയാളുമാണ്. ഈ കുടിയേറ്റക്കാർക്ക് വേണ്ടി കോടതിയിൽ ക്ലാസ് ആക്ഷൻ ഹർജി ഫയൽ ചെയ്തത് US സിവിൽ ലിബർട്ടീസ് യൂണിയൻ, ACLU ഓഫ് ടെക്സസ്, ടെക്സസ് സിവിൽ റൈറ്റ് പ്രൊജക്ട് എന്നിവരാണ്. ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റിയുടെ ഡയറക്ടറായ ഫ്രീമാൻ മാർട്ടിനെ പ്രതിസ്ഥാനത്താക്കിയാണ് ഇവർ കേസ് നൽകിയത്. ഈ നിയമം നടപ്പിലായാൽ US വിസയുള്ളവരാണെങ്കിൽ പോലും തെറ്റായി അറസ്റ്റ് ചെയ്യപ്പെടാനും നാടുകടത്തപ്പെടാനും സാധ്യതയുണ്ടെന്ന് ഇവർ കോടതിയെ ബോധ്യപ്പെടുത്തി. 78 പേജുള്ള വിപുലമായ ഉത്തരവിലൂടെയാണ് ജഡ്ജി എസ്ര ഇതിനെതിരെ വിധി പറഞ്ഞത്. ഈ നിയമം നടപ്പിലായാൽ അത് ഹർജിക്കാർക്കെതിരെ വലിയ തോതിലുള്ള അറസ്റ്റ്, തടങ്കൽ, വിചാരണ, നാടുകടത്തൽ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവരെ കൂടാതെ നിരവധി ആളുകളെ ഈ ബില്ല് പ്രതികൂലമായി ബാധിക്കും. ഇത് പിന്നീട് ഒരിക്കലും പരിഹരിക്കാനാകാത്ത ദ്രോഹമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ടെക്സസിന്റെ ഈ നിയമം US ഭരണഘടനയുടെ സൂപ്രമസി ക്ലോസ് ലംഘിക്കുന്നതാണെന്ന് ജഡ്ജി ചൂണ്ടിക്കാട്ടി. യുഎസിലെ ഇമിഗ്രേഷൻ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരം ഫെഡറൽ ഗവൺമെന്റിനാണ്. ടെക്സസിന്റെ SB4 നിയമം ഈ ഫെഡറൽ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഫെഡറൽ മേൽനോട്ടമില്ലാതെ ഫെഡറൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നത് യുഎസിലുടനീളം ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന് കോടതി വിലയിരുത്തി. 2012 അരിസോണ വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന കേസിലെ സുപ്രീം കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ സ്വന്തം ഇമിഗ്രേഷൻ നയം ഉണ്ടാക്കാൻ അവകാശമില്ലെന്ന് ജഡ്ജി ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ നിയമം ഫെഡറൽ ജഡ്ജി പൂർണ്ണമായിട്ടല്ല തടഞ്ഞിരിക്കുന്നത് എന്നതാണ്, മറിച്ച് ഭാഗികമായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് തടഞ്ഞതെന്നും എന്തൊക്കെ കാര്യങ്ങളിലാണ് നിലവിൽ വരുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. കോടതി ഉത്തരവ് പ്രകാരം യുഎസിലേക്ക് അനധികൃതമായി വീണ്ടും പ്രവേശിച്ചു എന്ന് സംശയിക്കുന്ന കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിനും നാടുകടത്തുന്നതിനുമുള്ള ടെക്സസിന്റെ അധികാരത്തിനാണ് കോടതി ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത്. ഗ്രീൻ കാർഡോ മറ്റ് നിയമപരമായ രേഖകളോ ഉള്ളവർ പോലും ഇതിന്റെ ഇരകളാക്കപ്പെടാം എന്ന് കോടതി കണ്ടെത്തി. കൂടാതെ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ സങ്കീർണതകൾ അറിയാത്ത പ്രാദേശിക മജിസ്ട്രേറ്റുമാർക്ക് കുടിയേറ്റക്കാരെ നാടുകടത്താൻ അധികാരം നൽകുന്ന വ്യവസ്ഥയും കോടതി തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെടാത്ത മറ്റ് ചില കടുത്ത വ്യവസ്ഥകൾ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ഉദാഹരണത്തിന്, ആദ്യമായി രാജ്യാന്തര അതിർത്തി കടന്ന് അനധികൃതമായി ടെക്സസിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന പോലീസിന് ഇപ്പോഴും അധികാരമുണ്ടായിരിക്കും. ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ കുടിയേറ്റ അനുകൂല സംഘടനകളുടെ ലീഗൽ കൗൺസിലുകൾ സംയുക്ത പ്രസ്താവന ഇറക്കി. ഇമിഗ്രേഷൻ എന്നത് പൂർണ്ണമായും ഒരു ഫെഡറൽ വിഷയമാണെന്ന് വീണ്ടും ഈ വിധിയിലൂടെ തെളിയിച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ടെക്സസിന്റെ ഈ നിയമം വംശീയമായ വിവേചനങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അവർ ആരോപിച്ചു. ഈ നിയമത്തിനെതിരെ ജഡ്ജി എസ്ര വിധി പറയുന്നത് ഇത് 2ാം തവണയാണ്. മുൻ ഭരണകൂടവും എൽ പാസോ കൗണ്ടി നൽകിയ ഹർജിയിലും അദ്ദേഹം ഈ നിയമം തടഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് 5th സർക്യൂട്ട് അപ്പീൽ കോടതി ആ ഹർജിക്കാർക്ക് കേസ് നടത്താൻ നിയമപരമായ അവകാശമില്ല എന്ന് കാണിച്ച് ആ സ്റ്റേ നീക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കുടിയേറ്റക്കാർ നേരിട്ട് ക്ലാസ് ആക്ഷൻ ഹർജിയുമായി വീണ്ടും എത്തി അനുകൂല വിധി നേടിയിരിക്കുന്നത്. എങ്കിലും ടെക്സസ് ഗവൺമെന്റ് ഈ വിധിക്കെതിരെ വീണ്ടും ഉയർന്ന കോടതികളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ടെക്സസ് ഭരണകൂടവും ഫെഡറൽ കോടതികളും തമ്മിലുള്ള കടുത്ത നിയമയുദ്ധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാന അതിർത്തികൾ സംരക്ഷിക്കാൻ തങ്ങൾക്ക് പരമാധികാരമുണ്ടെന്ന് ടെക്സസ് വാദിക്കുമ്പോൾ രാജ്യാന്തര അതിർത്തികളുടെയും
ഇമിഗ്രേഷന്റെയും അധികാരം ഫെഡറൽ ഗവൺമെന്റിൽ മാത്രം നിക്ഷിപ്തമാണെന്ന നിലപാടാണ് കോടതികൾ സ്വീകരിക്കുന്നത്. നിയമങ്ങൾ ശക്തമാക്കുന്നത് കൊണ്ട് തന്നെ US പോകാൻ ആഗ്രഹിക്കുന്നവർ നിയമപരമായ മാർഗത്തിലൂടെ മാത്രമേ പോകാവൂ.